പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഊട്ടിയിലത്തെ ഹോസ്പിറ്റൽസിനെ കുറിച്ച്. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത്. ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഏട്ടനൊന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ആൾക്ക് വയ്യ, തീരെ ഭയങ്കര ക്ഷീണം, കോൾഡ് ഉണ്ട്, കൊഫ് ഉണ്ട്, മരുന്ന് കഴിച്ചാലൊട്ട് മാറണമില്ല. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണ്ടേ. കഴിഞ്ഞ ദിവസമല്ലേ കേട്ടത് നമ്മുടെ കലാഭവൻ നവാസ് മരിച്ചതേ. കുറേ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഉള്ളതൊക്കെ നമ്മളുടെ മനസ്സിനോട് ചേർന്നിരിക്കുന്ന കുറേ റോൾസ് ആണല്ലേ. ഞാൻ ആ വാർത്ത കേട്ടപ്പോഴേ ആദ്യം തന്നെ ഓർത്തിട്ടുണ്ടല്ലോ ആ നവാസിന്റെ ഭാര്യ രഹ്നയും മക്കളെയും കുറിച്ചാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ഒരാള് മാത്രമാണ് ജോലിക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഇമോഷണൽ ലോസിൽ നിന്ന് കരകയറി വരുമ്പോഴേക്കും ഫൈനാൻഷ്യലി നമ്മൾ ഭയങ്കര അങ്ങോട്ട് വീക്കാവും, ലൈഫും കംപ്ലീറ്റ്ലി അങ്ങോട്ട് സ്റ്റക്കാവും. മക്കളുടെ പഠിപ്പ്, വീട്ടിലെ എക്സ്പെൻസ്, എല്ലാം കൂടി ഓർക്കുമ്പോഴേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കും കേട്ടോ. ഈ ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ ടെൻഷൻ അങ്ങോട്ട് വന്നിട്ടേ ഇവിടെ എത്തുമ്പോഴാണ് ലൈഫ് ഇത്രത്തോളം അൺസർട്ടൺ ആണെന്ന് മനസ്സിലാവണം. ഇതിപ്പോ ഊട്ടിയിലത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അവന്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് ഞാൻ അടക്കമുള്ള പലരും ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അല്ലേ. അങ്ങനെ ഞാൻ ഏട്ടനോട് നടക്കുമ്പോൾ പറയായിരുന്നു, നമുക്കൊരു ടേം ഇൻഷുറൻസ് അങ്ങോട്ട് എടുക്കാം കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാളുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ലീവ് ബിഹൈൻഡ് ചെയ്യുന്ന ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണ്ടേ. പാത്തുവിന്റെ എഡ്യൂക്കേഷൻ, ഭാവി, ഈ ഒരു സെറ്റപ്പിൽ പറയുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അവന്റെ തലയിൽ കയറിയിട്ടോ. അങ്ങനെ തന്നെ ഓൺലൈനായിട്ട് എടുത്തു ഞങ്ങൾ ഒരെണ്ണം. ഇങ്ങനെ എടുത്തോണ്ട് തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് റേറ്റ് കമ്പയർ ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ ഒരു 15% ഡിസ്കൗണ്ടും കിട്ടിയിരുന്നു കേട്ടോ. 600-700 രൂപ മന്ത്ലി പേ ചെയ്യണ മാതിരത്തെ ഒരു ഇൻഷുറൻസ് ആണ് എടുത്തത്. ഇതിന്റെ കവറേജ് ആണ് കേട്ടോ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ്, അപ് ടു ക്രോർസ് വരെ ഉണ്ട്. എന്തൊക്കെയായാലും ഞങ്ങൾ എടുത്തതിന്റെ ലിങ്ക് ഞാൻ ഈ ബയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് റേറ്റ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് എടുക്കാം. ഫ്യൂച്ചർ ഒരു വിധത്തിലാണെങ്കിൽ വേറെ വിധത്തിൽ സെക്യൂർ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ ആദ്യം തലവേദന അങ്ങോട്ട് കുറയും. ഇന്നിപ്പോ ഞാൻ ഹെൽത്തി ആയിട്ട് ജീവിച്ചിരിപ്പുണ്ട്. നാളെ ഇപ്പൊ എനിക്ക് എന്ത് സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സ്പെഷ്യലി എന്റെ പാത്തുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ കയ്യോടെ തന്നെ അവനെ കൊണ്ട് ഇടിപ്പിച്ചത്.